ഹലോ കൂട്ടുകാരെ, ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടിട്ടുണ്ടാവും അല്ലേ? ഒരാഴ്ച കൊണ്ട് കൊഴിഞ്ഞ് എൻ്റെ മുടിയാണ് കൈസ് ഇത്. ഇങ്ങനെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന മറ്റു ബുദ്ധിമുട്ടുകളൊന്നും പറയണ്ട കേട്ടോ. അതായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും വീട് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ എവിടെ തിരിഞ്ഞാലും നമ്മുടെ മുടിയായിരിക്കും അല്ലേ? അപ്പം മുടി വളരാനും നമ്മുടെ ഫേസൊക്കെ നല്ലാണ്ടിരിക്കാൻ നമ്മുടെ മനസ്സിനും ഒരു പ്രധാന പങ്കുണ്ട് കേട്ടോ. നമ്മുടെ മൈൻഡും, അതായത് നമ്മൾ ഫിസിക്കലി മെൻ്റലി നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇമാതിരി പ്രശ്നങ്ങളൊക്കെ പകുതി വരെ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുത്തേക്കുന്നത് ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ വെള്ളം എടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഒരു 25 ഗ്രാം വരുന്ന വനശ്രീയുടെ റോസ്മേരി ലീവ്സ് കേട്ടോ, അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കണം. അതായത് രാത്രിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അന്ന് രാത്രി മുഴുവൻ ഇരിക്കട്ടെ, എന്നിട്ട് പിറ്റേന്ന് നമ്മൾ എടുക്കണം. അപ്പം ഉലുവ ചേർക്കുന്നത് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ വേണ്ട. റോസ്മേരി മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. പക്ഷേ ഉലുവയും റോസ്മേരിയും കൂടി ആകുമ്പോൾ ഡബിൾ ബെനിഫിറ്റ്സ് ആണ് കേട്ടോ കിട്ടുന്നത്. മുടി കൊഴിച്ചിൽ നല്ല പിടിച്ച് നിർത്തിയ കണക്ക് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമ്മളിത് പിറ്റേന്ന് എടുത്തിട്ട് ഇത് തിളപ്പിച്ച് 1/2 ലിറ്റർ വെള്ളമല്ലേ വെച്ചേക്കുന്നത്, അത് നമ്മൾ 1/4 ലിറ്റർ ആവുന്നത് വരെ തിളപ്പിച്ചിട്ട് ഇത് തണുപ്പിക്കാൻ വെക്കണം. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു റെമഡിയാണ് ഗൈസ് ഇത്. പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല, കെമിക്കൽസ് ഇല്ല, നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലോ പേടിക്കാനും ഉപയോഗിക്കാം അല്ലേ. ഇത് നമുക്ക് തരുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്. താരം ഉണ്ടാകത്തില്ല, പിന്നെ മുടി കൊഴിച്ചിൽ കുറയും എന്നല്ല, നല്ലതുപോലെ മാറുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ റോസ്മേരിയും ഉലുവയും നല്ലോണം തിളച്ചു. അപ്പോൾ നമ്മളത് ഇറക്കി വെച്ചിട്ട് ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഇത് അരിച്ചെടുക്കുക കേട്ടോ. ഒരു വെള്ള തുണിയോ അല്ലെങ്കിൽ നമുക്ക് അരിപ്പയോ ഉപയോഗിക്കാം. ഞാൻ എടുത്തേക്കുന്നത് വെള്ളത്തുണിയാണ് കേട്ടോ. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതപ്പോൾ നല്ലവണ്ണം പിഴിഞ്ഞെടുക്കാം. അരിപ്പയാകുമ്പോൾ നമ്മളിങ്ങനെ ഞെക്കി ഇതാക്കണ്ടേ, ഇതാകുമ്പോൾ നമുക്ക് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരിച്ചെടുത്തപ്പോൾ ഇത്രയും കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതൊരു സ്പ്രേ ബോട്ടിലും പിന്നെ 4 കോമ്പ് വരുന്ന ഒരു ബോട്ടിലും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ മസാജർ കൂടിയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ തിളപ്പിച്ചപ്പോൾ കിട്ടിയത് ഇത്രയാണേ. അപ്പം ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല, അല്ലാതെ പുറത്ത് വെച്ചേച്ചാൽ മതി. അധികം നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെ കേട്ടോ. 1 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കും, കുഴപ്പമില്ല. ഇനി നമ്മുടെ മുടിയെല്ലാം നല്ലോണം വൃത്തിയാക്കിയിട്ട്, അതായത് ചടയെല്ലാം കളഞ്ഞിട്ട്, മുടി കൂടുതലും കുനിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അതായത് വലിയ പല്ലകന്ന കോമ്പില്ലേ, അത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഞാൻ മുടിയെല്ലാം ചീകിയതിന് ശേഷം നമ്മുടെ കോമ്പുള്ള ബോട്ടിലില്ലേ, അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ തലയോട്ടിൽ ഇത് നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ജലദോഷം, ഈ നീരിറക്കം എന്നിങ്ങനെ ഉള്ളവർ ഇത് ഉച്ചിയുടെ ഭാഗത്ത് തേക്കരുത് കേട്ടോ. മുടി വകഞ്ഞ് ഓരോ ഭാഗത്തേക്കും തേച്ച് കൊടുത്ത് നല്ലോണം മസാജ് ചെയ്യണം. മുടി കൂടുതലും നമ്മൾ നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് തല കുനിച്ചിട്ടൊന്ന് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒന്ന് തട്ടിക്കൊടുത്താലും അടിപൊളിയാണ്. ഇത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മുടിക്ക് നല്ല വളരാനുള്ള ഒരു ഇതൊക്കെ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നല്ല മസാജ് ഏറ്റവും കൂടുതൽ നല്ല കേട്ടോ. അതുപോലെ തന്നെ മുടി ചടയൊന്നും ഇല്ലാതെ കൂടുതൽ നമ്മുടെ വലിയ കോമ്പുള്ള ബ്രഷ് തന്നെ ഉപയോഗിച്ച് ചീകി കൊടുക്കണം. ഈ മസാജിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടി ഒന്ന് ചീകി കൊടുക്കണം കേട്ടോ. ചീകി നമ്മൾ ലൂസായിട്ട് കൂടുതലും മുടി കെട്ടുന്നതാണ് നല്ലത് കേട്ടോ. നമ്മുടെ ഇപ്പം കാണുന്നില്ലേ, ഇതിൻ്റെ ഓരോ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എനിക്കിത് മുമ്പ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു റെമഡി തന്നെയാണ് ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സമയത്തിൻ്റെ കുറവുണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഹെയർ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുക. ഇനി എന്തായാലും ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. എൻ്റെ മുടി നല്ലോണം കൊഴു നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം മുടി ടൈറ്റ് അല്ലാത്ത രീതി കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.